പണിയെടുക്കാതെ പൈസ കിട്ടിയാൽ പൊളിക്കുകയൊന്നും ചെയ്യില്ല. അത് എനിക്കും നിങ്ങൾക്കൊക്കെ അങ്ങനെയാണെന്ന് അറിയാലോ. പക്ഷേ ഈ പണിയെടുക്കാതെ കിട്ടുന്ന പല പണത്തിന്റെയും പുറകിൽ വേറെ എന്തെങ്കിലും തട്ടിപ്പുമായിട്ട് എന്തെങ്കിലും ബന്ധമൊക്കെ ഉണ്ടാവും. അപ്പൊ പണിയെടുക്കാത്ത പൈസ ആരെങ്കിലും തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിനൊരു കാരണവശാലും കൂട്ടു നിൽക്കരുത്. ഇത് പറയാനുള്ള പ്രധാന കാരണം എന്ന് വെച്ചാൽ ഇന്ന് ഒരുപാട് കോളേജ് കുട്ടികൾ പെട്ടിരിക്കുന്ന ഒരു ട്രാപ്പിനെ കുറിച്ചാണ് പറയുന്നത്. ഇതിനെക്കുറിച്ച് ഞാൻ 2-3 പ്രാവശ്യം ഓൾറെഡി വീഡിയോ ചെയ്താണ്, ഒന്നും കൂടി ആവർത്തിക്കുകയാണ്. എൻ്റെ പേര് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു കോളേജിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ എൻ്റെ പേരിൽ ഒരു ബാങ്ക് അക്കൗണ്ട് എടുത്തു തരാൻ വേണ്ടി കുറച്ച് ആൾക്കാർ സഹായിക്കും. അങ്ങനെ ഞാൻ ബാങ്ക് അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ കിട്ടുന്ന പാസ്ബുക്ക്, അതേപോലെ ATM കാർഡ്, ഓൺലൈൻ ബാങ്കിങ്ങിന്റെ ഡീറ്റെയിൽസ് എല്ലാം അവർക്ക് കൊടുത്താൽ മതി. ദെൻ നിങ്ങളുടെ എൻ്റെ പേരിലുള്ള അക്കൗണ്ടിലേക്ക് അവർ എവിടെന്നെങ്കിലും കുറച്ച് പൈസ ഇടും. ആ പൈസ വേറെ ഏതെങ്കിലും വഴിക്ക് അവരെന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യും. ദെൻ ഇങ്ങനെ വന്നു പോകുന്നതിന് എനിക്ക് ഇപ്പോൾ ഒരു 10 ലക്ഷം രൂപേന്റെ ഇടപാടൊക്കെ നടന്നു കഴിഞ്ഞാൽ എനിക്ക് ചെറിയൊരു തുക എന്ത് കിട്ടും, കമ്മീഷൻ കിട്ടും. അപ്പൊ എനിക്ക് പണിയൊന്നും എടുക്കാണ്ട് ഒരു ഇവരെ നടത്തുന്ന ഇടപാടിന്റെ ബേസിൽ എനിക്കൊരു കമ്മീഷൻ കിട്ടും. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവരിടുന്ന പല തുകയും ഈ പറയുന്ന ഓൺലൈൻ തട്ടിപ്പ്, മണി ചെയിൻ തട്ടിപ്പ്, അങ്ങനെയുള്ള കുറെ പരിപാടികളിലൂടെ കിട്ടുന്ന കള്ളപ്പണമാണ് നമ്മുടെ അക്കൗണ്ട് ത്രൂ എന്ത് ചെയ്യുന്നത്, ഇവർ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ വന്നു വീഴുന്നതും പോകുന്നതും എൻ്റെ അക്കൗണ്ടിലായതുകൊണ്ട് എൻ്റെ അക്കൗണ്ടിൽ വന്നിരിക്കുന്ന ഇടപാടുകളെ കുറിച്ച് കൃത്യമായ വിവരങ്ങൾ കൊടുക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പൊ എനിക്കതറിയില്ല, ഞാൻ അത് ചെയ്തിട്ടില്ല, വേറൊരാളാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞ് കൈമലർത്തിയാലും ഈ എൻ്റെ പേരിൽ വന്ന അക്കൗണ്ടിൽ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്താൽ എൻ്റെ പേര്, KYC അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടാവുക. അതിനകത്ത് വന്നു പോയ തുകയെക്കുറിച്ച് എനിക്ക് അറിവില്ല എന്ന് പറഞ്ഞാൽ അതൊരു ന്യായീകരണമായിട്ട് ആരും അംഗീകരിക്കില്ല, ഡിപ്പാർട്ട്മെന്റുകൾ അംഗീകരിക്കില്ല. അപ്പൊ ഇങ്ങനെയുള്ള കേസുമായി ബന്ധപ്പെട്ട് കുറെ കുട്ടികൾ മാനസികമായിട്ട് സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കേസുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ പറഞ്ഞതാണ് അതിന്റെ റൂട്ടും കാര്യങ്ങളൊക്കെ. പിന്നെ ഈ കുട്ടികളെ പ്രലോഭിപ്പിക്കുന്നതിന് പല കാര്യങ്ങളും പല രീതിയിലാണ് എന്ത് ചെയ്യപ്പെടുന്നത്, അവതരിപ്പിക്കുന്നത്. അപ്പൊ കുട്ടികളുടെ അടുത്ത് പ്രത്യേകം ശ്രദ്ധിക്കാൻ പറയാ, ഈ ബാങ്ക് അക്കൗണ്ട് വിറ്റുകൊണ്ടുള്ള കമ്മീഷൻ കിട്ടുന്ന പരിപാടിക്ക് നിൽക്കരുത് എന്ന് പ്രത്യേകം പറയാ. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് മാത്രം.